നല്ല ക്രിസ്പി ആയിട്ടുള്ള മിക്സ്ചർ റെഡിയാക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് 2 കപ്പ് കടലമാവ് എടുത്തു. അതിലേക്ക് ഒരു 3/4 കപ്പ് അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും മുളക് പൊടിയും കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോഴാണ് ഒരു കറക്റ്റ് കളർ കിട്ടുള്ളൂ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കായംപൊടിയും കൂടെ ചേർത്തിട്ട് പച്ചവെള്ളത്തിൽ നന്നായിട്ട് കുഴച്ചെടുക്കാം. പിന്നെ ഇതിൽ വറുത്ത് കോരാനായിട്ട് നമുക്ക് കുറച്ച് ഉണക്കമുളകും വേപ്പിലയും വെളുത്തുള്ളി ഒന്ന് കുത്തിയെടുത്തതും കൂടെ വേണം. അപ്പോഴാണ് ആ സ്മെല്ലൊക്കെ മിക്സറിൻ്റെ കറക്റ്റ് സ്മെല്ലൊക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെ നന്നായിട്ടൊന്ന് വറുത്ത് കോരി മാറ്റി വയ്ക്കാം. പിന്നെ ഇതിലേക്ക് മിക്സറിലേക്ക് ആവശ്യമായിട്ടുള്ള കടലയും കൂടി ഇട്ടിട്ട് റെഡിയാക്കി എടുക്കാം. കടലയും ഇതുപോലെ പൊട്ടി വരുമ്പോൾ ഈ ഒരു പാകമാകുമ്പോൾ കോരി മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരു പാത്രത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 7 അരിയിൽ മിക്സ്ചറിൻ്റെ സൈസിലുള്ള അച്ച് മാറ്റി കൊടുത്തിട്ട് നല്ല ചൂടുള്ള എണ്ണയിൽ ഇതുപോലെ ചെയ്തെടുക്കാം. ഇത് നല്ല ക്രിസ്പി ആയിട്ട് പൊട്ടിപ്പോവാതെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് വെക്കരുത്, ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. എന്നാലേ ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. ഇനി ഇങ്ങനെ എല്ലാം കൂടെ ഒരു പാത്രത്തിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. പിന്നെ ലാസ്റ്റ് നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടിയിട്ട് വെതറി കൊടുക്കണം. അപ്പോഴാണ് ഒരു കറക്റ്റ് എരിവും ഉപ്പൊക്കെ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഒരു സൗണ്ട് കൊണ്ട് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നല്ല അടിപൊളി മിക്സ്ചർ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിലിട്ട് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് നാളൊക്കെ നല്ല അടിപൊളിയായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എത്രയായാലും നമ്മുടെ പിള്ളേർക്കൊക്കെ കടയിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കണേക്കാളും ഇതുപോലെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്.